ഇപ്പോൾ നമ്മളോടൊപ്പം എം മണി MLA ചേരുകയാണ്. എങ്ങനെയാണ് സഖാവ് ഈ ഒരു പ്രതിഷേധത്തെ കാണുന്നത്? ഈ പ്രതിഷേധം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനമുണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. നിർഭാഗ്യവശാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അത് അവരുടെ തലയിൽ പോയില്ല എന്നുള്ളതാണ്. ഞാൻ പറയാം, ഇപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനം കൂടുതൽ ശക്തിപ്പെടാനും BJPക്കെതിരെ ഒരു രോഷം ഉയർന്നു വരാനും ഇടയാക്കുന്നതാണ് ഈ സമരം. അതിപ്രധാനമാണ്. കാരണം കേരളത്തിനോട് വലിയ അവഗണനയാണ്. 57,000-ലധികം കോടി രൂപ നമുക്ക് അർഹതപ്പെട്ടത് തരാതെ നമ്മളെ ദ്രോഹിക്കുകയാണ്. കേരളം മുമ്പ് മുതൽ ഈ അവഗണന നേരിട്ടിട്ടുണ്ട്. 57-ലെ EMSന്റെ ഗവൺമെൻറ്റിൻ്റെ കാലം മുതൽ അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ്റും ഈ നിലപാടെടുത്തിരുന്നു. പക്ഷേ അതിനെല്ലാം ഫൈറ്റ് ചെയ്താണ് അവിടെ പ്രവർത്തിച്ചത്. ഇപ്പം ആഹത്തുക നോക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കേരളം കൈവരിച്ച മഹത്തായ നേട്ടം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നാടായ UP പോലും, ഇന്ന് നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് പോലും ആ നേട്ടം കൈവരിച്ചിട്ടില്ല. അവിടുത്തെ ഒരു സാമൂഹിക അന്തരീക്ഷം, അവിടുത്തെ സാമൂഹിക വളർച്ച, ഭൂപരിഷ്കരണ നിയമം, അവകാശ സമരങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രാധാന്യം, സാമൂഹിക പുരോഗതി, വിദ്യാഭ്യാസപരമായ പുരോഗതി, സമ്പൂർണ്ണ സാക്ഷരത നടപ്പിലാക്കി എന്ന് വേണ്ട ഇന്ത്യയെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ നാട്ടിൽ പോലും നടക്കാത്ത നേട്ടം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മഹത്തായ സംഭാവനയുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആയിരുന്നപ്പോൾ അന്ന് അവരും അവഗണനയായിരുന്നു. ഇപ്പം അവർ പോയി അവഗണിച്ച് ഇപ്പം BJP ആയപ്പം 57,000-ലധികം കോടി രൂപ നമുക്ക് നൽകേണ്ട അർഹതപ്പെട്ട സംഖ്യ തരാതെ നമ്മളെ അവഗണിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും നമ്മളെ. എം മണി അടക്കമുള്ള നേതാക്കന്മാർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. മണി MLA ആണ് ഇപ്പോൾ കേരളം നേരിടുന്ന അവഗണനയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്.